ഒരു വർഷത്തിലധികമായി ഗാസയിൽ നടക്കുന്ന ഇസ്രയേൽ ക്രൂരതകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇസ്രയേൽ നടത്തുന്ന നരയാട്ടിൽ ബലിയാടായത് യഥാർത്ഥത്തിൽ ഒന്നും അറിയാത്ത കുട്ടികളടക്കമുള്ളവരാണ്. യുദ്ധമുഖത്ത് നിന്ന് വന്ന പല വാർത്തകളും കാണിക്കുന്നത് ഗാസയിൽ പൊലിഞ്ഞ മനുഷ്യജീവനുകളുടെ കണക്കുകൾ ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ്. പക്ഷേ യാതൊരുവിധ വികാരങ്ങളുമില്ലാതെ മനുഷ്യജീവന്റെ വേദനകളിലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുവാനായി അമേരിക്ക വളർത്തുന്ന പാശ്ചാത്യ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് പുറത്തുവന്ന ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഇസ്രയേൽ നടത്തിയ ഞെട്ടിക്കുന്ന അക്രമങ്ങളെ നിരാകരിക്കുന്ന തരത്തിലായിരുന്നു. കൂടാതെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇസ്രയേൽ ഹമാസ് സംഘർഷം റിപ്പോർട്ട് ചെയ്തതിന് ന്യൂയോർക്ക് ടൈംസ് വിമർശനങ്ങൾ നേരിടുകയുണ്ടായി. BSA സെന്റർ ഒരു വിശകലനം നടത്തുകയുണ്ടായി. ഇസ്രയേലിന്റെ ചിലവിൽ നിന്നുകൊണ്ട് മാധ്യമം നിരവധി തെറ്റുകൾ വരുത്തിയതായും സത്യങ്ങൾ മൂടിവെച്ചതായും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇസ്രയേലിലെ സ്രോതസ്സുകൾ മാത്രം ആശ്രയിച്ചാണ് യുദ്ധത്തെ സംബന്ധിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ഇറങ്ങുന്ന ഓരോ ലേഖനങ്ങളും പ്രധാനമായും ഉൾപ്പെടുന്നതും. ഹമാസിലെ മരണനിരക്കുകൾ കുറച്ചു കാണിക്കുകയും തെളിവുകളൊന്നുമില്ലാതെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമാണ് ന്യൂയോർക്ക് ടൈംസ് യുദ്ധത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. കൂടാതെ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെടുന്ന ഹമാസ് പോരാളികളുടെ എണ്ണവും ഗാസയിലെ യഥാർത്ഥ മരണസംഖ്യയും തമ്മിൽ നിലനിൽക്കുന്ന പൊരുത്തക്കേടുകളും അത് അംഗീകരിച്ച് വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖനങ്ങളും തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി പറയാൻ കഴിയുക. യാഥാർത്ഥ്യം എന്തെന്നാൽ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പുതുതായി ഒന്നുമില്ല എന്നതാണ്. ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് തിരിച്ചും മറിച്ചും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടുകളിലൂടെ യുദ്ധത്തിന്റെ വ്യാപ്തിയും ഇസ്രയേൽ നടത്തിയ ക്രൂരതകളെല്ലാം കുറയ്ക്കാനുമാണ് ന്യൂയോർക്ക് ടൈംസ് ശ്രമിച്ചിട്ടുള്ളതെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. നിർണായകമായിട്ടുള്ള വസ്തുതകൾ ഒഴിവാക്കിയും ഇസ്രയേലിന്റെ അവകാശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പതിപ്പുകളാണ് അവർ കൂടുതലും പ്രോത്സാഹിപ്പിച്ചിരുന്നത്. അതിനുദാഹരണമായി കുട്ടികൾ ഉൾപ്പെടെയുള്ള ഹമാസ് സിവിലിയന്മാരെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം തന്നെ എടുത്തു പറയാം. ഈ അവകാശവാദം വിവിധ സ്രോതസ്സുകൾ നിഷേധിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇതിനെതിരായി നിരവധി വിമർശനങ്ങളും ഉയരുകയുണ്ടായി. പിന്നീട് ലേഖനം അവതരിപ്പിക്കുകയും അതുപോലെ അത് പ്രചരിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടിംഗ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും പ്രശ്നത്തിന്റെ സങ്കീർണതയെ ആശങ്കയിലാക്കുന്നതുമാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ജീവനുകൾ ഒരുപാട് ഇസ്രയേലിന്റെ ക്രൂരതയിൽ പൊലിയുകയുണ്ടായി. എന്നാൽ അതിലൊന്നും തന്നെ നെതന്യാഹുവിന് മനസ്സ് മടുക്കുന്നില്ലെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. യുദ്ധത്തിൽ സാരമായ ക്ഷതം സംഭവിച്ച ഗാസയിലെ നിലവിലെ വെല്ലുവിളി കുറയ്ക്കുന്ന താപനിലയാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് പാലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ കുടിയൊഴിപ്പിക്കാനും നോക്കുന്നുണ്ട്. മാത്രമല്ല, ഗാസയിലേക്കുള്ള സഹായങ്ങളെല്ലാം തടസ്സപ്പെടുത്തുന്നതും ഇസ്രയേൽ തുടരുകയാണെന്നാണ് ഐക്യരാഷ്ട്രസഭ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഗാസയിലുള്ള ആളുകളുടെ അതിജീവനത്തിലുള്ള മാർഗങ്ങൾ ഇസ്രയേൽ തകർക്കുന്നതും പിന്നെയും തുടരുകയാണെന്നും ഗാസയിലേക്കുള്ള മാനുഷിക പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്നുവെന്നും UNന്റെ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമനിറ്റേറിയൻ അഫയേഴ്സ് ജോയിന്റ് യൂണിറ്റ് ഏജൻസി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമായും തടസ്സപ്പെടുത്തിയത് കമാൽ അദ്വാൻ ഹോസ്പിറ്റലിൽ നിന്ന് പലായനം ചെയ്യാനും പ്രവർത്തനരഹിതമായ ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലിൽ അഭയം പ്രാപിക്കാനും നിർബന്ധിതരാക്കിയ രോഗികൾക്ക് ഭക്ഷണം, വെള്ളം, അടിസ്ഥാന ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവ എത്തിക്കാനുള്ള UN ഏജൻസികളുടെ ശ്രമത്തെയാണ്. ഗാസയിലെ ശീതകാല സാഹചര്യങ്ങൾ ഗാസ മുനമ്പിനുടനീളമുള്ള പാലസ്തീനികളുടെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നതെന്നതും യാഥാർത്ഥ്യമാണ്. പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഗാസയിലെ മലിനജല പമ്പിംഗ് സ്റ്റേഷനിൽ ഇസ്രയേൽ നടത്തിയ ബോംബിംഗ് തെരുവുകളിൽ മലിനജലത്തിന്റെ അളവ് വലിയ തോതിൽ ഉയരാൻ കാരണമായിരുന്നു. യുദ്ധത്താൽ തകർന്ന പ്രദേശങ്ങളിൽ താപനില കുറയുന്നതും നിലനിൽക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. നിലവിൽ 6 കുട്ടികളും ഒരു മുതിർന്നയാളും താൽക്കാലിക ടെൻഡറുകൾ ഹൈപ്പോതെർമിയയെ ബാധിച്ച് മരിച്ചുവെന്നാണ് മെഡിക്കൽ സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നത്. വടക്കൻ ഗാസയിൽ മാസങ്ങൾ നീണ്ട ഇസ്രയേൽ ഉപരോധം പലർക്കും മാനുഷിക സഹായവും വൈദ്യസഹായവും നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ്. ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം പാലസ്തീന്റെ 1/3 പ്രദേശത്തെ ജനവാസം ഇല്ലാതാക്കുകയാണ്. നിലവിൽ വടക്കൻ ഗാസയിലെ ബെയ്ത്ത്ഹൂനിൽ നിന്ന് പുറത്തു പോകാൻ ശേഷിക്കുന്ന എല്ലാ സിവിലിയന്മാർക്കും മുന്നറിയിപ്പ് നൽകി ഉത്തരവ് ഇസ്രയേൽ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് പോരാളികൾ സംഘടിച്ച തങ്ങൾക്കെതിരെ തിരിയാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇസ്രയേൽ വീക്ഷിക്കുന്നുമുണ്ട്. പ്രദേശത്തെ ഒരു സൈനിക ബഫർ സോണായി കൂട്ടിച്ചേർക്കാനാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നും ഇസ്രയേൽ മാധ്യമ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. ഹമാസിന്റെ ഏരിയൽ ഡിഫൻസ് യൂണിറ്റിലെ അംഗങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ പ്രതിരോധം ഭയന്നുള്ള കളികളാണ് യഥാർത്ഥത്തിൽ. എന്നാൽ എത്ര പ്രതിരോധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ചെയ്തു കൂട്ടുന്നത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ്. 2.3 ദശലക്ഷത്തോളം വരുന്ന ഗാസ മുനമ്പിലെ ഭൂരിഭാഗം ആളുകളും അതിജീവിക്കാൻ കഷ്ടപ്പെടുകയാണ്. എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അതുപോലെ രാജ്യത്ത് മാത്രം പൂട്ടിവെക്കാൻ ശ്രമിച്ചാലും മറനീക്കി ക്രൂരതകൾ പുറത്തു വരില്ലെന്ന ഇസ്രയേലിന്റെ ആത്മവിശ്വാസത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ് നിലവിൽ പുറത്തുവരുന്ന ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്ന് പറയാം. ഒപ്പം നിൽക്കാൻ വിരലിലെണ്ണാവുന്ന സഖ്യകക്ഷികൾ പോലും കൂടെയില്ലാത്ത അവസ്ഥയാണ് ഇസ്രയേലിനിപ്പോൾ. അതിനാൽ ഇസ്രയേൽ ഇനിയും അധിക ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത് നല്ലതല്ല എന്നതാണ് യാഥാർത്ഥ്യം.